എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു മുന്തിരിയുടെ ക്രഷാണ് കേട്ടോ. ഇത് ഞങ്ങൾ കമ്പം തേനിയിൽ അവിടെ പോയപ്പോഴത്തേക്ക് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് കിട്ടിയപ്പോൾ തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു, ഒരു ഗ്രേപ്പിൻ്റെ ഇങ്ങനെ ക്രഷ് വെച്ചിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എൻ്റെ കുഞ്ഞാവയുടെ ബർത്ത്ഡേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പതഞ്ഞ് വരുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് പതഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ആ കുറേശ്ശെ ഇടുന്നതിനൊപ്പം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ക്രഷില്ല നേരത്തെ എടുത്ത് വെച്ച്, അത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ക്രഷാണ് കേട്ടോ. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാത്രം എടുക്കുക. നല്ലപോലെ ഒന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട. നമുക്കത് ബാക്കി സ്പാച്ചില ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം. 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ബട്ടർ പേപ്പർ കുറച്ച് പൊക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 7 ഇഞ്ചിലാകുമ്പോൾ കേക്കിന് കുറച്ച് ഹൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ കുറച്ച് പൊക്കി വെക്കുന്നത്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് അതിലെ ബബിൾസ് എല്ലാം മാറ്റി ഒന്ന് ടാപ്പോട് ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് ആകുമ്പോൾ കൃത്യം നമുക്കിത് ബേക്കായി കിട്ടും. ഇനി കേക്ക് ബേക്കാകുന്ന സമയം കൊണ്ട് സിറപ്പ് തയ്യാറാക്കാം. 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ക്രഷും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആറിച്ച് തണുപ്പിച്ചെടുത്താൽ മതി. 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം, ഒന്ന് തണുക്കട്ടെ. ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക്. ഇനി ഇത് 3 ലെയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ആദ്യത്തെ ക്രീമും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ക്രഷ് കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ക്രഷ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഇത് കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ അത് കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡായിട്ട് അരിയിൽ കൂടെ തൂവി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. നല്ല ലൂസിലുള്ള ഒരു ക്രഷാണ് കേട്ടോ ഇത്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയ്ക്ക് ലൂസ് ഉണ്ടാവത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ 3 ലെയർ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫൈനൽ കോട്ടും കൂടി ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഡെക്കറേഷൻ ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞാവയ്ക്ക് 7th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഞാനൊന്നിങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് 7th രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ റോഡ് പോലെ ഒന്ന് ലൈൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി അതിനുശേഷം ചുറ്റുമായിട്ട് നമുക്ക് കുറച്ച് മുന്തിരിയുടെ കേക്കല്ലേ, അപ്പം മുന്തിരി വള്ളികളൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ച് പകുതി റാ പോലെ ഒന്ന് വരച്ച് വെച്ച് കൊടുത്താൽ മതി. ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് താഴെയായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് നമ്മുടെ മുന്തിരിക്കൊലകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആദ്യം 4 ഡോട്ട്സ്, പിന്നെ അതിൻ്റെ താഴെ വശത്തായിട്ട് 3, 2, 1 രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ചുറ്റും മുഴുവനായിട്ടും മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂക്കിക്കിടക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിന് ലീവ്സ് വരയ്ക്കണം. നമ്മുടെ പൈപ്പിൻ ബാഗിൻ്റെ വശത്തും താഴെ വശത്തെ 2 വശമായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലീവ്സിൻ്റെ ഒരു രൂപം കിട്ടും. അങ്ങനെ എല്ലായിടത്തും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ താഴെ ബോർഡറിലായിട്ട് വെറുതെ ഇങ്ങനെ കുത്തു പോലെ ചെറിയ മുട്ടുകൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത അതേ കളർ തന്നെയാണ് കേട്ടോ, പർപ്പിൾ കളർ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ റോഡിലൂടെ ഒരു കുഞ്ഞു വണ്ടി മുന്തിരികളുമായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അതങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള നമ്മുടെ കേക്കിൻ്റെ ഡിസൈന്. പക്ഷേ നമ്മുടെ കുഞ്ഞാവയുടെ ഇഷ്ടപ്രകാരം കുറച്ച് വണ്ടികളുടെ സ്റ്റിക്കർ ഞാനിങ്ങനെ കേക്കിൻ്റെ വാങ്ങിക്കാൻ പോയപ്പോൾ കുറേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ വശത്തായിട്ടും. പിന്നെ ചോക്ലേറ്റിൻ്റെ മോൾഡിൽ അവൻ്റെ പേരൂടെ സിദ്ധാർത്ഥ എന്നാണ് പേര്, സിദ്ധു എന്നും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. താഴെ വശത്തായിട്ട് കുറച്ച് പേപ്പറിൻ്റെ സ്റ്റിക്കറായിട്ടുള്ള വണ്ടികളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിങ്ങനെ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ളും സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.